കുവൈറ്റിൽ താപനില ഉയരുന്നു. ഇന്നലെ ജഹറയിൽ 52°C താപനില രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒത്തൈബി വെളിപ്പെടുത്തി. ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച ഉച്ചവരെ രാജ്യത്ത് ചൂടുള്ളതും വരണ്ടതുമായ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധരാർ അൽ അലി പറഞ്ഞു. ഇത് ചിലപ്പോൾ ശക്തമായ പൊടിക്കാറ്റിനും കാരണമാകും. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തുറസായ ഇടങ്ങളിൽ കാഴ്ചപരിധി 1000 മീറ്ററിൽ താഴെയായിരിക്കുമെന്നും കടൽ തിരമാലകൾ 6 അടിയിൽ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പകൽ സമയത്ത് കാലാവസ്ഥ വളരെ ചൂടുള്ളതും അന്തരീക്ഷം പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിരിക്കും. രാത്രിയിൽ ചൂട് കൂടുതലായിരിക്കുമെന്നും വൈകുന്നേരം പൊടി ക്രമേണ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പരമാവധി താപനില 47 മുതൽ 49°C ഇടയിലായിരിക്കുമെന്നും കുറഞ്ഞ താപനില 31-നും 34°C ഇടയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈവേകളിൽ വാഹനം ഓടിക്കുന്നവർ കുറഞ്ഞ കാഴ്ചപരിധിയെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ധരാർ അൽ അലി അഭ്യർത്ഥിച്ചു. കടൽ തീരത്ത് പോകുന്നവർ ഉയർന്ന തിരമാലകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ആസ്മയും അലർജിയും ഉള്ളവർ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം താപനില ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ മുന്നറിയിപ്പുമായി വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം. രാജ്യം വളരെ ഉയർന്ന താപനില അഭിമുഖീകരിക്കുന്നതിനാൽ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി വിവേകപൂർവ്വം ഉപയോഗിക്കാൻ മന്ത്രാലയം കുവൈത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി ലാഭിക്കുന്നത് ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാണെന്നും വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. സർക്കാർ ഏകീകൃത സഹൽ ആപ്പിലൂടെയാണ് സന്ദേശം പങ്കിട്ടത്.